റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മൂന്നാറിൽ സഞ്ചാരികളിൽ നിന്ന് പ്രവേശന ഫീസ് പിരിക്കാൻ ആലോചന. മൂന്നാറിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് നീക്കം. മാലിന്യ സംസ്കരണത്തിനുള്ള ചിലവ് കണ്ടെത്താനാണ് എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. അടിമാലി റോഡ്, മറയൂർ റോഡ്, ഗ്യാപ് റോഡ് എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് ആലോചന. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, വലിയ ചർച്ചകൾ ആവശ്യമായി വരുന്ന വിഷയമാണ്. പക്ഷേ മൂന്നാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ മാലിന്യ പ്രശ്നങ്ങൾ. സഞ്ചാരികൾ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്ത ബോധവുമില്ലാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും വലിച്ചെറിഞ്ഞ് കളയുക മൂന്നാറിന്റെ നമുക്ക് വഴിയോരങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. വലിയ ചെലവ് ആവശ്യമായി വരുന്ന സാഹചര്യമാണ്. അത് അവരിൽ നിന്നു തന്നെ പിരിക്കാം എന്നാണോ? നിലവിൽ അങ്ങനെ തന്നെയാണ് മൂന്നാർ പഞ്ചായത്ത് വിചാരിക്കുന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന ആളുകൾക്കറിയാം, നേരുമംഗലം മുതൽ അങ്ങ് മൂന്നാർ വരെ എത്തുന്ന സമയവും മറയൂരിൽ നിന്നും ഈ മൂന്നാർ വരെ എത്തുന്ന റോഡുകളിലെല്ലാം തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സാഹചര്യമുണ്ട്. അത് വലിയ തലവേദനയാകുന്നു എന്നാണ് മൂന്നാർ പഞ്ചായത്ത് തന്നെ പറയുന്നത്. മറ്റു പഞ്ചായത്തുകളേക്കാൾ ഈ മാലിന്യ നീക്കത്തിന് വേണ്ടി ആളുകളെ നിയോഗിക്കേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള വേതനം നൽകാൻ നിലവിലെ പഞ്ചായത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് കഴിയുന്നില്ല. അതുകൊണ്ട് ഈ വിനോദസഞ്ചാരികളിൽ നിന്ന് തന്നെ പണം ഈടാക്കിക്കൊണ്ട് അതിന് ഒരു പോംവഴി കണ്ടെത്താം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിലവിൽ മൂന്നാർ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഇതിലിപ്പോൾ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്ന് പറയുമ്പോഴും പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. നാളെയാണ് മൂന്നാർ പഞ്ചായത്തിൻ്റെ ഒരു കമ്മിറ്റി ചേരാൻ പോകുന്നത്. ഇതിൽ ഒരു പ്രമേയമായി തന്നെ ഈ കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റ് എതിർകക്ഷികൾക്കൊന്നും ഇതിൽ മറ്റ് പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യ പ്രശ്നം മാറ്റുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ നമ്മൾ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കുമ്പോൾ അറിയുന്ന വിവരം വെച്ചുകൊണ്ട് അടിമാലിൽ നിന്നും മൂന്നാറിലേക്ക് വരുന്ന പാതയിലും മൂന്നാറിൽ നിന്നും ഗ്യാപ് റോഡിലേക്ക് പോകുന്ന പാതയിലും അതുകൂടാതെ മറയൂരിൽ നിന്നും മൂന്നാറിലേക്ക് വരുന്ന പാതയിലും അങ്ങനെ 3 പാതകളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ പണപ്പിരിവ് ആരംഭിക്കാൻ തന്നെയാണ് തീരുമാനം. അതിൽ ആദ്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കും. അതിനുശേഷം സർവകക്ഷി യോഗം വിളിക്കും. അതിൽ തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഉടൻ തന്നെ ഈ പണപ്പിരിവ് അല്ലെങ്കിൽ പ്രവേശന ഫീസ് ഈടാക്കാൻ തന്നെയാണ് തീരുമാനം. ഇതിനോടകം തന്നെ മൂന്നാർ കഴിഞ്ഞുള്ള തൊട്ടപ്പുറത്തെ പഞ്ചായത്തായ കാന്തല്ലൂർ പഞ്ചായത്ത് ഓരോ വാഹനങ്ങളിൽ നിന്നും 50 രൂപ വീതം ഈടാക്കിക്കൊണ്ട് ഫീസ് ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ മാലിന്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കൂടി അവിടുത്തെ അടിസ്ഥാന വികസനത്തിന്റെ പേരിലാണ് ആ പണപ്പിരിവ് നടത്തുന്നതെന്നാണ് ആളുകൾ പറയുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഈ പണപ്പിരിവ് കാരണമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നാളെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഈ പണപ്പിരിവ് അല്ലെങ്കിൽ പ്രവേശന ഫീസ് ഈടാക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനം. മാധു.